ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉൾവശം സിൽവർ കളറുള്ള വേസ്റ്റ് കവറും ടിഷ്യൂ പേപ്പറും വെച്ച് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള വേസ്റ്റ് കവർ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളായി നമ്മളിന്നൊരു വാൾ ഡെക്കറാണ് ചെയ്തെടുക്കുന്നത്. വേസ്റ്റ് കവർ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ ഒരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അത് വരച്ചെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കാർഡ്ബോർഡ് പീസ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മളത് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തത് നമുക്ക് വീണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉൾവശം സിൽവർ കളറുള്ള ഇതുപോലത്തെ വേസ്റ്റ് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ടിഷ്യൂ പേപ്പർ ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ മടക്കിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലുള്ള പീസുകളാണ് വേണ്ടത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കണം. നമ്മൾ പേപ്പർ ഫാനൊക്കെ മടക്കിയെടുക്കുന്നത് പോലെയാണ് മടക്കിയെടുക്കേണ്ടത്. ടിഷ്യൂ പേപ്പറുകൾ വെച്ച് നമ്മുടെ ചാനലിൽ പലതരത്തിലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. അതുപോലെ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണേ. ഇതുപോലെ നമ്മളത് മടക്കിയെടുത്തു. ഇനി നമുക്കത് വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇവിടെ ആയിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നമുക്കത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ കുറെ എണ്ണം നമുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതെല്ലാം നമുക്ക് ഇതിന് താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഈ ഒരു വാൾ ഡെക്കർ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മൾ അതിലേക്ക് ഇതുപോലെ ഒട്ടിച്ചെടുത്തു. പിന്നീട് നമ്മളിവിടെ വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. വൂളൻ ത്രെഡ് അതിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വൂളൻ ത്രെഡ് ഒട്ടിച്ചെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന റൗണ്ട് പീസ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചെറുതാക്കിയും കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ വൂളൻ ത്രെഡ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഒരു തവണ കൂടെ നമ്മൾ വൂളൻ ത്രെഡ് അതിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിൽ വൂളൻ ത്രെഡ് നമ്മൾ വീണ്ടും ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മളതിൽ വൂളൻ ത്രെഡ് ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇതിന്റെ ബാക്കിലായിട്ട് നമ്മൾ ചുമരിൽ തൂക്കിയിടാനുള്ളതും ഇതുപോലെ ഒട്ടിച്ചെടുത്തു. അപ്പോൾ വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. പറ്റുന്നവരൊക്കെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.